മെഡിക്കൽ ഫെസിലിറ്റിയിൽ ഇത്രയും വീക്കാണ് എറണാകുളം എന്ന് എനിക്ക് തോന്നിപ്പോയൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പനി വന്ന സമയത്ത് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ലൂർദ് ഹോസ്പിറ്റലിലാണ് കാണിക്കാറ്. കാണിച്ച സമയത്ത് തന്നെ 2-3 ദിവസമായിട്ടും ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പനി മാറാത്തതുകൊണ്ട് ഞങ്ങൾ മാറ്റി കാണിക്കാന്ന് കരുതിയിട്ട് ലിസി ഹോസ്പിറ്റലിൽ പോയി. ലിസി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എമർജൻസി വാർഡിൽ നൈറ്റ് പോയ സമയത്ത് അവിടെ ഇരിക്കാൻ ഒരു ചെയർ പോലും ഇല്ലാണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾക്ക് 3 പേർക്കും അത്രയും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വേറെ കാര്യമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, ഉള്ളിൽ ബെഡ് ഒഴിവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്ത് വിട്ടു. കാരണം നമ്മൾ അവിടെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെന്തിനാ അവരുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഹെൽത്ത് അല്ലേ ഇമ്പോർട്ടന്റ് എന്ന് കരുതിയിട്ട് ഞങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. നോക്കാതെ എടപ്പള്ളി അങ്ങോട്ടേക്ക് വിട്ടു. മെഡിസിറ്റി പോയിട്ട് അവിടെ പോയി ഈ നിൽക്കുന്ന മനുഷ്യനാണ് അവിടെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇൻഫെക്ഷൻ വന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ കുറവായിരുന്നു. ഇൻഫെക്ഷൻ തുടങ്ങുന്ന സ്റ്റേജിലാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അങ്ങേർക്ക് ഇൻഫെക്ഷൻ വന്നു. പക്ഷെ അങ്ങേരെ അവിടെ കിടത്തി ചികിത്സിച്ചില്ല. എന്നെയും ഗൂഗുവിനെയും അവിടെ കിടത്തി ചികിത്സിച്ച് നെബുലൈസും അതുപോലെ തന്നെ ഡ്രിപ്പും പിന്നെ ഓക്സിഡേഷൻ ലെവലും എല്ലാം നോക്കിയിട്ടാണ് വിട്ടത്. പക്ഷെ അരുണേട്ടന് മാത്രം ചികിത്സിച്ചില്ല. ഞങ്ങൾ എപ്പം പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അരുണേട്ടന് പ്രോപ്പർ ചികിത്സ കിട്ടാറില്ല എന്ന് ഞാൻ കളിയാക്കി പറയാറുണ്ട്. പക്ഷെ അത് ഇത്തവണയും ഫലിച്ചു. പിന്നെ എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് ആയി തോന്നി, നല്ല രീതിക്ക് ബെറ്റർ ആവും.